ശശികൽ ടീച്ചറിൻ്റെ ഒരു പോസ്റ്റ് വായിക്കാൻ കുറിച്ച് ഗുരുവായൂർ നടയിൽ നിന്നുള്ള കാശ്മീരി യുവാവിൻ്റെ അറസ്റ്റ് മനോരോഗ മാറ്റിക്കഴിഞ്ഞു. ഈ മനോരോഗി കൃത്യമായി കാശ്മീരിൽ നിന്ന് ഗുരുവായൂരിൽ തന്നെ എങ്ങനെ എത്തി? ഗുരുവായൂരപ്പൻ ബാധയായി കയറിയതാണോ? ഏതെങ്കിലും ഗുരുവായൂരപ്പ ഭക്തൻ്റെ പ്രേതം കയറിയതാണോ? കേസ് രഹസ്യമാക്കി ഒതുക്കിയ പോലീസും ദേവസ്വം അധികാരികളും വ്യക്തമാക്കണം. അതോ മനോരോഗം നിങ്ങൾക്കാണോ? ഇത്രയും സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്ത് ഇയാളുടെ വിക്രിയകൾ CCTV കണ്ടില്ല എന്നത് നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായാലും മുക്കിയതായാലും ബന്ധപ്പെട്ടവർ ഉത്തരവാദികളാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്. കാശ്മീരി യുവാവ് ഗുരുവായൂർ തൊഴുന്ന മതേതര കേരളം എന്നൊന്നും പറഞ്ഞ് കുമ്മിയടിക്കാതെയെങ്കിലും ഇരിക്കണേ. ശശികൽ ടീച്ചറിൻ്റെ പോസ്റ്റാണ്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ഇതിനു മുമ്പ് ഗുഹ്യഭാഗത്തെ രോമം പറിച്ചിട്ടവനും മനോരോഗിയായിരുന്നു. ഇപ്പോൾ പുതിയ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഒന്നാമത് അവർക്കറിയാം, തീവ്രവാദികൾക്ക് പോലും ബില്ലാദിന് പോലും അറിയാമായിരുന്നു ഇവിടുത്തെ ഏത് അമ്പല കമ്മിറ്റിക്കാരും ഇങ്ങനെ നട്ടലില്ലാത്തവന്മാരാണെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം അതാ. ക്രിസ്തീയ ഭജന പാടിയാൽ അതിനും കയ്യടി, ഇസ്ലാം വന്നിട്ട് അടിരോമം പറിച്ചിട്ടാൽ അതിനും കയ്യടി. ഇവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ ഉണ്ണാക്കന്മാരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഇതിനപ്പുറം ചെയ്യും. നമ്മളിൽ നിന്ന് ഒരു ഡിഫൻസ് വരും, ഒരു പ്രതിരോധം വരുന്ന വരില്ല എന്ന് അറിയുന്നുണ്ടല്ലേ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ധൈര്യപ്പെട്ടു ഒരു ക്രിസ്തീയമായ ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഗുരുവായൂർ ഈ സ്ഫോടനങ്ങൾ, അത് നമ്മുടെ വടക്കനാഥൻ്റെ ക്ഷേത്ര ഉത്സവത്തിന് സ്ഫോടനം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പല്ലേ? അന്നേ ദിവസമാണോ? അതേ ദിവസം മീഡിയ മുഴുവൻ അങ്ങോട്ട് പോയി സ്ഫോടനം കവർ ചെയ്യാൻ പോയി. മീഡിയക്കാർ തന്നെ അവിടെ സ്ഫോടനത്തിൻ്റെ പിന്നാലെ എനിക്ക് തോന്നുന്നത് സ്ഫോടനം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ നടന്ന വീഡിയോ കവറേജ് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്. മനോരമ ചെയ്താലും ശരി, മാതൃഭൂമി ചെയ്താലും ശരി, പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. അവിടെ എല്ലാം ഷൂട്ട് ചെയ്തു വരും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പാർക്ക് ഉണ്ടായത്? ഈ മാപ്രകൾ ആരെങ്കിലും സിഗരറ്റ് വലിച്ചിട്ടതാണോ? ഒന്നും അറിയില്ല. അവർക്ക് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ആ വാർത്ത വല്ലാതെ നിൽക്കുമ്പോഴാണ് ആരും ശ്രദ്ധിക്കാത്തവണ്ണം കശ്മീരിൽ നിന്നൊരുത്തം വന്നിട്ട് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിനോടെ മുട്ടായി വിതരണം ചെയ്തു. എന്താ ചെയ്തത്? ഈദ് മുബാറക്ക് എന്ന് എഴുതിയ മുട്ടായി വിതരണം ചെയ്തു. ശരി, ഈ കേരളത്തിൻ്റെ അപ്പുറം നടക്കും. കാരണം ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരില്ല. അഥവാ ആരെങ്കിലും പ്രതികരിച്ചാൽ അവനെ വർഗീയവാദിയാക്കി, ചാണകത്തലയനാക്കി, ഭീകര സംഘിയാക്കി ഒക്കെ മാറ്റും. അങ്ങനെ ഈ തീവ്രവാദം ഒളിച്ചു സ്മഗ്ലിംഗ്, ടെററിസം, അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സ്മഗിൾ ചെയ്യുന്നത് മറ്റ് കഞ്ചാവൊന്നുമല്ല, ടെററിസമാണ്. എക്സ്ട്രീം റിലിജൻസിനെ തൊടാതെ നിന്നുകൊണ്ട് ഹിന്ദുക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഗുരുവായൂർ ദേവസ്വത്തിന് CCTV ക്യാമറ ഇത് പതിഞ്ഞില്ലേ? അത് ഒബ്സർവ് ചെയ്യാൻ ആരോട് ഇരിക്കുന്നില്ലേ? ഗുരുവായൂർ ഇതിനു മുമ്പ് ഒരു താത്ത വന്നിട്ട് വലിയ ചിത്രം വരക്കാരി, ഒരേ ചിത്രം വരയ്ക്കുന്ന താത്ത തന്ത്രിയുടെ റൂമിൽ വരെ എത്തി. തന്ത്രിയുടെ അടുത്ത് വത്സല പുത്രിയെ പോലെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഇല്ലേ? തന്ത്രി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇത് വേണ്ടെന്ന്, വെടിക്കെട്ടും വേണ്ട. ഗുരുവായൂർ തന്ത്രി പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹമാണ് തീരുമാനിക്കുന്നുള്ളവരാണ്. ഇതൊക്കെ വളരെ ആസൂത്രിതമാണ്, വളരെ ശ്രദ്ധിക്കണം. ഭീകരവാദികൾക്ക് പോലും കയറി വിളയാടാവുന്ന ഇടമായി നമ്മുടെ ക്ഷേത്രങ്ങൾ മാറുന്നു പോകും. എത്രത്തോളം നമ്മൾ നമ്മുടെ സ്വത്വത്തിൽ ഉറച്ചു നിൽക്കണം, വെള്ളം ചേർക്കരുതെന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണത്. നന്ദഗോവിന്ദങ്കാർ കുന്തിരക്കം പോയച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇത് നമ്മൾ നമ്മുടെ സ്വത്വബോധത്തിൽ ക്ഷേത്രത്തിൽ സ്വത്വം വിട്ട് ഒന്നിനും തയ്യാറാവരുത്. എത്ര സൗഹൃദം ഉണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അതിനകത്ത് കയറി ഉഗ്ര സ്ഫോടനം നടത്താൻ പോലുള്ള ശേഷിയുള്ള ആളുകളുടെ ഉണ്ടെന്നേ, കാത്തു നിൽക്കുന്നവരുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായിട്ടുള്ള ഒരു പെൺകുട്ടി പോയിട്ട് ക്ഷേത്രക്കുളത്തിനകത്ത് കാല് കഴുകുന്ന, അതിനെ ന്യായീകരിച്ചവർ ചിന്തിക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയല്ലേ, അവൾ കാല് കഴുകിയല്ലേ ഉള്ളൂ, അവൾ മുസ്ലിം ആയതുകൊണ്ടാണോ? അങ്ങനെ ചോദിച്ചു. മുസ്ലിം ആയതുകൊണ്ടാണോ? നിങ്ങൾക്ക് റീലെടുക്കാനുള്ള സ്ഥലമാണോ ക്ഷേത്രം? അവിടെയാണ് റീൽസ് പോലത്തെ ഭജനക്കാരെ സൂക്ഷിക്കേണ്ടത്. അല്ല, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനി പറയണം, ഹൈക്കോടതി പറയണം, ഹിന്ദു ക്ഷേത്രങ്ങളിൽ എസൻഷ്യൽ പ്രാക്ടീസ് ഉള്ള സ്ഥലങ്ങളിൽ ഗാനമേള നടത്തരുത്, കോപ്രായം നടത്തരുത്. ഭജന എന്ന പേരിൽ അന്യമതസ്ഥരെ കോപ്രായം നടത്താൻ വേണ്ടിയുള്ള സ്ഥലം നിങ്ങൾക്ക് റീൽ ഷൂട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ടും കോടികൾ സമ്പാദിക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രം. ഹൈക്കോടതിയോട് പറയിപ്പിക്കണം, കേസ് കൊടുക്കണം നമ്മൾ. ഇത് വലിയ അപകടം പിടിച്ച പണിയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല, എത്ര പേരിങ്ങനെ വന്നു പോയിട്ടുണ്ടാവും. ആരാണ് ഗുരുവായൂർ കയറുന്നതെന്ന് പോലും അറിയില്ല. നമ്മൾ പറഞ്ഞാൽ താഴെ വരുന്ന കമൻറ്റ് കേൾക്കണേ, ഗുരുവായൂരപ്പൻ എന്താ സ്വയം രക്ഷിക്കാൻ അറിയില്ലേ? വിചിത്രമായ കമൻറ്റുകളാണ്. അതായത് ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി വേണ്ട, എന്നിട്ട് അരമനയിൽ 15 അടി മതിലും 10-40 നായ്ക്കളെയും വളർത്താം. യേശു സംരക്ഷിക്കില്ലേ? എല്ലാ മുസ്ലിം പള്ളിയിലും CCTV ക്യാമറ ഉണ്ട്, അള്ളാഹു സംരക്ഷിക്കില്ലേ? ആ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. ഹിന്ദുക്കളോടാണ് ഈ ചോദ്യം മുഴുവൻ. ഗുരുവായൂരപ്പനെ സംരക്ഷിക്കാൻ അറിയില്ലേ? അയ്യപ്പനെ സംരക്ഷിക്കാൻ അറിയില്ലേ? വളരെ അപകടം പിടിച്ച അവസ്ഥയിലാണ് ഹിന്ദുവിൻ്റെ ഇവിടുത്തെ എക്സിസ്റ്റൻസ്. മറ്റുള്ളവൻ്റെ പിച്ച പോലെയാണ് കണക്കാക്കുന്നത്, പിച്ച ഇട്ട് കൊടുക്കുന്ന പോലെയാണ്. അതായത് കേരളത്തിലെ ഹിന്ദുവിൻ്റെ അവസ്ഥ ഇനി എന്താകും എന്നുള്ള ഒരു സംശയവും കൂടി അതിൻ്റെ ഇടയ്ക്ക്. അതായത് ഞാൻ പറയുന്നത് സ്വത്വബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 100 ഹിന്ദുക്കൾ ഓരോ പഞ്ചായത്തിലുണ്ടായാൽ മതി, എല്ലാം ശരിയായിക്കോളും. മറ്റൊരു കാര്യം, ഈ നമ്മുടെ ഈ ഭജൻസിൻ്റെ കാര്യവും കൂടെ പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ പ്രശ്നവും നിലനിൽക്കുമ്പോൾ നെയ്യാറ്റിൻകരയിൽ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. ഞാൻ വായിക്കാം. എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു.
അത് കഴിഞ്ഞ് 24 ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ശ്രീജിത്ത് പണിക്കരെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു 7ാമത്തെ പോയിന്റ് മാത്രമല്ല 3ാമത്തെ പോയിന്റും വായിക്കണം. ഞാൻ വായിച്ചിരുന്നു, അത് കേട്ടോളൂ. ഡയോസീസ് ഓഫ് നെയ്യാറ്റിൻകര റെവറൻ ഡോക്ടർ വിൻസെൻറ്റ് സാമുവൽ STD. എന്താണ് STD? കോമൺ പാരലൻസിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. ഇതെന്തോ ഒരു ഡിഗ്രിയാണെന്ന് തോന്നുന്നു, അറിയില്ല. STD പറഞ്ഞ കോമൺ പാരലൻസ് അതാണ്. ഇതെന്തെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ബിഷപ്പ് ആയതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരായിരിക്കാം. ബിഷപ്പ് ഓഫ് നെയ്യാറ്റിൻകര. ശരി. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, വന്ധ്യവൈദികരെ, സന്യസ്തരെ, പ്രിയ സഹോദരങ്ങളെ പറഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് 2ാം വാറ്റിക്കൻ കൗൺസിൽ ഉദ്ബോധിപ്പിക്കുന്നു. ആരാധനാക്രമത്തിൻ്റെ നിയന്ത്രണം തിരുസഭാധികാരികളെ മാത്രം, അതായത് പരിശുദ്ധ സിംഹാസനത്തെയും. അതൊക്കെ നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ തമ്പുരാന്ന് വിളിക്കുന്നത് എന്തെല്ലാം തെറിയാണ് കേൾക്കുന്നത്. ഈ രാജ്യം, ഈ തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരെ തെറി വിളിക്കുന്ന കണ്ടില്ലേ? അവരുണ്ടാക്കിയ റോഡും കുളമൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളൂ. അവരെ തെറി വിളിക്കുക സോഷ്യൽ മീഡിയ. ഇതൊന്ന് വായിച്ചു നോക്കുക. പരിശുദ്ധ സിംഹാസനത്തിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. മനുഷ്യരല്ല, അവർ പരിശുദ്ധ സിംഹാസനമാണ്. അമൃതാനന്ദമേദിയുടെ പാദപൂജ ചെയ്യുന്ന കളിയാക്കുന്ന ശ്രീകുമാരൻ നമ്പി ഇത് കേൾക്കണം. ശ്രീകുമാരൻ നമ്പി അമൃതാനന്ദമേദിയുടെ അടുത്ത് സ്ഥിരം വന്നിരുന്ന ആളാണ്. പുത്രശോകം വന്നതിന് ശേഷമാണ് അവിടെ വരാത്തായത്. അപ്പോഴാണ് യേശു ഏറ്റവും വലിയ ഗുരു എന്ന് മനസ്സിലായത്. കാരണം അമൃതാനന്ദമി ഇരുന്ന് കൊടുക്കുന്നു പാദപൂജയ്ക്ക്. ഇവിടെ പരിശുദ്ധ സിംഹാസനത്തിന് ഉള്ള അച്ചായന്മാരെ പറയാൻ കുഴപ്പമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം അറ്റ്ലീസ്റ്റ് ക്രിസ്തുമത ഛേദനം എന്ന ചട്ടമ്പി സ്വാമിയുടെ പുസ്തകം 2 വായിച്ചിട്ട് ഇനി കമൻറ്റ് ചെയ്യാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മഹാനായ കവിയാണ് അദ്ദേഹം. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ചട്ടമ്പി സ്വാമിയുടെ ക്രിസ്തുമത ഛേദനം വായിച്ച ശേഷം അദ്ദേഹം ഇത് പറയട്ടെ. ശരി. ഇപ്പോൾ ഈ സിംഹാസനത്തിലുള്ള ആൾക്കാർക്ക് കത്തോലിക്ക സഭ കൊടുത്ത നിർദ്ദേശങ്ങളാണ്. അതിൽ 3ാമത്തെ പോയിന്റ് ശബ്ദവും വെളിച്ചവും എന്ന തലക്കെട്ടിലാണ്. ദീപാലങ്കാരങ്ങൾക്കായി വൻ തുക മുടക്കുന്ന പ്രവണത അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. തിരുനാളിനെക്കുറിച്ചും തിരുകർമ്മങ്ങളെക്കുറിച്ചുമുള്ള അതിലൊക്കെ തിരുവാവാം, നമ്മൾ തമ്പുരാന്ന് വിളിച്ചാലേ കുഴപ്പമുള്ളൂ. തിരുനാളിനെക്കുറിച്ചും തിരുകർമ്മങ്ങളെക്കുറിച്ചുമുള്ള അറിയിപ്പുകളും ക്രിസ്തീയ ഭക്തിഗാനങ്ങളും അല്ലാതെ ആത്മീയ ചൈതന്യത്തിൽ നിരക്കാത്തതൊന്നും ഉച്ചഭാഷണിലൂടെ കേൾപ്പിക്കരുത്. നന്ദഗോവിന്ദങ്കാര അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ എന്ന് പാടാൻ അവർ സമ്മതിക്കരുതെന്ന് ബിഷപ്പ് തന്നെ പറയണം. എന്താണ്? വാറ്റിക്കൻ്റെ നിർദ്ദേശങ്ങളാണ്. എന്താണ്? പള്ളിക്കകത്ത് പള്ളിയുടെ പരിപാടികളിൽ തിരുനാളിനെക്കുറിച്ചും തിരുകർമ്മങ്ങളെക്കുറിച്ചുമുള്ള അറിയിപ്പുകളും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, അത് ഓർക്കണം, ക്രിസ്തീയ ഭക്തിഗാനങ്ങളല്ലാതെ വേറൊന്നും കേൾപ്പിക്കാൻ പാടില്ല ഉച്ചഭാഷണിലൂടെ. ഇത് ഇവരാണ് നമുക്ക് മതേതരത്വം ഉണ്ടാക്കാൻ. ഒരു ക്രിസ്തീയ ഭക്തിഗാനല്ലേ പാടിയുള്ളൂ, അത് പാടില്ല എന്ന നിലപാട് ഹിന്ദുക്കൾ എടുക്കണം. അവരെന്നാണോ ഇതിനകത്തും ഹരേ കൃഷ്ണ പാടാന്ന് പറയുന്നത് അന്നേ നമ്മളും അനുവദിക്കാൻ പാടുള്ളൂ. ശ്രദ്ധിച്ചുകൊള്ളുക. ഇനി അവർ പാടിയിൽ നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഒരു നിയതമായ തന്ത്രശാസ്ത്ര സംവിധാനമുണ്ട്. ഇനി അതാണല്ലോ പറഞ്ഞത്, ആ പോയിന്റ് പറഞ്ഞു. അത് ഡയോസിസ് അവർ ഇടയലേഖനം ഇറക്കിയാൽ 7ാമത്തെ പോയിന്റിൽ ചെണ്ട, പഞ്ചാരി മേളം, ശിങ്കാരി മേളം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതും പറഞ്ഞുതരാം. ഇതാ 7ാമത്തെ പോയിന്റ്. ഇതോടൊപ്പം കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിന് ചേരാത്ത വാദ്യോപകരണങ്ങളായ നെയ്യാണ്ടിമേളം, പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം തുടങ്ങിയവ കർശനമായി ഒഴിവാക്കേണ്ടതാണ്. ക്രിസ്ത്യാനിക്ക് അത് പറയാം, അത് മതേതരത്വമാണ്. ഹിന്ദു പറഞ്ഞു, ഹിന്ദുക്കളായ നിങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദു ഭക്തിഗാനങ്ങളെ പാടാവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വർഗീയവാദിയായി, ബിൻലാദനേക്കാൾ വെറുക്കപ്പെട്ടവനായി. അല്ല, ഈ പള്ളിയുടെ കണ്ടിരിക്കുന്ന കൊടിമരവും കൽവിളക്കും എടുത്ത് മാറ്റുമോ? ഇല്ല, അതൊക്കെ ഹിന്ദുക്കൾ അടിച്ച് സ്വന്തമാക്കി കഴിഞ്ഞല്ലോ. അടിച്ചു മാറ്റി സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, അപ്പോൾ വാറ്റിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കുഴപ്പമാണ്. ഇത് നാളെ ഇത് ഈ ജഗദാനന്ദകാരകെന്ന കീർത്തനം രാമന് പകരം യേശുന്ന് തിരികിട്ട് അവിടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് പാടാം. അല്ല, സുപ്രഭാതം മാറ്റി കഴിഞ്ഞു. സുപ്രഭാതം മാറ്റി, ഹരിവരാസനം മാറ്റി, എല്ലാം മാറ്റി. ഹിന്ദു ഇവിടെ ബോധമില്ലാണ്ട് അട്ടത്ത് നോക്കിയിരിക്കുകയാണ്. അപ്പത്തിനും വീഞ്ഞിനും കള്ളിനും മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടിയിട്ട്. ഇത്ര ബോധമില്ലാത്തൊരു ജനതയെ ഭൂലോകത്ത് വേറെ ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം സ്വത്വം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചാൽ വർഗീയവാദിയാക്കുന്ന മാപ്രകളും രാഷ്ട്രീയക്കാരും ബ്യൂറോക്രസിയും ഉണ്ട് ഇവിടെ. സൂക്ഷിക്കണം. അല്ല, എൻ്റെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, ദേവീ ക്ഷേത്രങ്ങൾ. അവിടെ കോഴിയെ ബലി കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആ കോഴി ബലിയില്ല. കോഴിയെടുത്ത് പുറത്തിങ്ങനെ വെള്ളം തെളിക്കുകയുള്ളൂ. എൻ്റെ ഓർമ്മ പ്രകാരം 94 നമ്മുടെ ഭൂമാനന്ദ തീർത്ഥ ഭാഗവതം വായിക്കുന്ന ഭാഗവത സ്വാമിയില്ലേ, ഭൂമാനന്ദ തീർത്ഥ, അദ്ദേഹം തോന്നുന്നു കേസ് കൊടുത്തത് മണപ്പുള്ളിക്കാവിൽ, പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ഭൈരവനുള്ള ബലി നിർത്തലാക്കാൻ കേസ് കൊടുത്തത്. അതിനുശേഷമാണ് ആ ആക്ട് വീണ്ടും റിവൈസ് ചെയ്ത് ഒരു ക്ഷേത്രത്തിലും ഹിന്ദു ക്ഷേത്രങ്ങളിൽ ബലി നിരോധിക്കാനുള്ള നിയമം കേരളത്തിൽ വന്നത്. ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വേർഷിപ്പ് എന്നുള്ള ആക്ടാണത്. അതേ സമയത്ത് ഇടപ്പള്ളി പള്ളിയിൽ ഈസ്റ്ററിന് കോഴിബലിയുണ്ട്. അതുപോലെ മുസ്ലിങ്ങൾക്ക് ബക്രീദിന് ലക്ഷക്കണക്കിന് മിണ്ടാപ്രാണികളെ കശാപ്പ് ചെയ്ത് അള്ളാഹുവിന് ബലിയാണത്. ഇബ്രാഹിം നബി മകനെ കൊടുക്കാന്ന് പറഞ്ഞാൽ വേണ്ട, തൽക്കാലം ഒരു മട്ടൻ ബിരിയാണി മതി എന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയി. അല്ലെങ്കിൽ മനുഷ്യക്കുട്ടികളുടെ കാര്യം തന്നെ അള്ളാഹു പറയണം, ഓരോ മനുഷ്യക്കുട്ടിയും കൊല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നരബലി നടക്കില്ലേ. നരബലി ചോദിച്ച ദൈവത്തിനോട്
പോയിട്ട് മകനെ കൊല്ലാൻ പോയ ഇബ്രാഹിം നബിയോട് ഡിസ്കൗണ്ട് കൊടുത്തതാണ് ഇന്ന് കാണുന്ന ബക്രീദ്. ഡിസ്കൗണ്ട്, മകൻ വേണ്ട, തൽക്കാലം എനിക്ക് ആട്ടുബിരിയാണി മതി, ബക്ര ഈദ് അല്ലെ ബക്രീദ്, എല്ലാ ആടും പശുവിനെയും കൊല്ലുക. അത് ബലിയാണ്, അള്ളാഹുവിനുള്ള ബലിയാണ്. അത് വ്യാപകമായി ലോകം മുഴുവൻ അംഗീകരിച്ചിട്ട് ബക്രീദ് ആശംസയെടുത്തു CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ. അമ്പലത്തിൽ ബലി പാടില്ല. ആലോചിച്ചു, കാര്യമായ ഹിന്ദു സൈഡ് ലൈനിങ് നടക്കുന്നുണ്ട്. മീഡിയ അതിൽ വലിയ പങ്കാണ്. ഷാജനെ പോലുള്ള ആട്ടും തോലിട്ട ചെന്നായ്ക്കൾ തീർച്ചയായിട്ടും ഇതിന് പിന്നിലുണ്ട്. അങ്ങനത്തെ ഒരുപാട് പേര്, ഒരാളല്ല, മാപ്രകളുടെ ഒരു വലിയ ശതമാനം, 95% ഇവരുടെ പേറോളിലുള്ളവരും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. അത് സൂക്ഷിച്ചിരിക്കണം നമ്മൾ. നമ്മുടെ ജാഗ്രതയാണ് നമ്മുടെ ജീവൻ്റെ വില. നമ്മൾ എത്ര ജാഗ്രതയുണ്ടോ അത്രത്തോളം ഹിന്ദുവിന് ജീവിതം ഉണ്ടാവും.